UDFന് കേവല ഭൂരിപക്ഷമല്ലാത്ത കൊല്ലം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി തർക്കം. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ട് UDFിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗും ഒപ്പം RSPയും രംഗത്ത്. UDFിന്റെ വിജയത്തിന് വേണ്ടി ത്യാഗം ചെയ്ത തങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊല്ലം മേയർ സ്ഥാനം AK ഹഫീസിന് നേരത്തെ നിശ്ചയിച്ചിരുന്നു. എന്നാലും ഉദയ സുകുമാരൻ ആ സ്ഥാനം മോഹിച്ചു. സാമുദായിക സന്തുലനം പാലിക്കാൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഘടകകക്ഷികൾക്ക് നൽകാതെ കോൺഗ്രസ് ഏറ്റെടുത്ത് ഉദയ സുകുമാരന് നൽകിയേക്കും. RSPക്ക് 3 മുസ്ലിം ലീഗിന് 2 അംഗങ്ങളാണ് കൊല്ലം കോർപ്പറേഷനിലുള്ളത്. ഇരു പാർട്ടികളിൽ നിന്നും ജയിച്ചു വന്നവരെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. മേയർ ഡെപ്യൂട്ടി മേയറും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾ കൈവിടുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. 21-ാം തീയതി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ്. അത് കഴിഞ്ഞ 26-ാം തീയതി വരെ സമയമുണ്ട്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുള്ളൂ. ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഘടകകക്ഷികളെ ഡിമാൻഡ് വെച്ചുകൂടാന്നില്ല. ആ കാര്യങ്ങളിലൊക്കെ വളരെ സൗഹൃദപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചു. അതേസമയം ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. കൊല്ലത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വിജയം നമുക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണ്ടാവണം. കാര്യം അത്രമാത്രം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ലീഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കൊല്ലത്ത് പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചേർന്നാണ് കൊല്ലത്ത് നിന്ന് ലീഗ് മത്സരിച്ചതും അതിൻ്റെ ഒരു നല്ലൊരു വിജയവും കണ്ട്. അപ്പോൾ അതിനൊരു പരസ്പര ധാരണ എന്ന നിലയിൽ ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDFിന് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളും പൂർണ്ണമായും കിട്ടില്ല. ഇടതുപക്ഷത്തിന് നൽകേണ്ടി വരും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.